ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഇന്ന് ഒരു പുസ്തകമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. SP ശരത് എഴുതിയ ഉറക്ക പിശാച് എന്നിട്ടുള്ള ഒരു പുസ്തകം. മനോരമ ബുക്സ് ആണ് ഈ ബുക്ക് പബ്ലിഷ് ചെയ്തേക്കുന്നത്. 290 രൂപയാണ് ഈ ബുക്കിന്റെ വില വരുന്നത്. ശരീരം മൊത്തം തളർന്നു കിടക്കുന്ന നാരായണൻ പാപ്പൻ തന്റെ മക്കളോടും മരുമക്കളോടുമൊക്കെ ചില കഥകൾ പറയാൻ ആരംഭിക്കുന്നു. അത് വല്ലാത്തൊരു കഥയാണ്. ഈ കഥകളെല്ലാം തന്നെ മക്കളുടെയും മരുമക്കളുടെയും ഉറക്കവും സമാധാനവും കടത്തുന്നവ തന്നെയായിരുന്നു. നാരായണൻ പാപ്പൻ പറയുന്ന കഥകളിലെ എല്ലാം തന്നെ സത്യമാണോ മിഥ്യയാണോ എന്നൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത രീതിക്കാണ് മക്കളും മരുമക്കളും കേട്ടിരിക്കുന്നത്. ഒടുവിൽ അവർക്ക് ഇതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കേണ്ടി വരുന്ന ചില സന്ദർഭങ്ങൾ കഥയിലുണ്ടാകുന്നു. അപ്പോൾ മുതൽ അവർ നാരായണൻ പാപ്പനെ ഭീതിയോടെ കാണുകയും നാരായണൻ പാപ്പന്റെ കഴിഞ്ഞ കാലം അന്വേഷിച്ച് മരുമക്കൾ ഇറങ്ങിത്തിരിക്കുകയും നാരായണൻ പാപ്പന്റെ ജീവിതത്തിന്റെ സത്യാവസ്ഥ അവർക്ക് മനസ്സിലാവുന്നിടത്ത് വെച്ചിട്ടും കഥ മറ്റൊരു തരത്തിലേക്ക് സഞ്ചരിക്കുന്നു. എന്താണ് നാരായണൻ പാപ്പന്റെ പ്രശ്നം? തളർന്നു കിടക്കുന്ന ഒരാൾ എങ്ങനെയാണ് ഇത്രയും കഥകളും കാര്യങ്ങളും ഒക്കെ പറയുന്നത്? എന്താണ് നാരായണ പാപ്പന്റെ കഴിഞ്ഞ കാലം ഒക്കെയാണ് കഥാകൃത്ത് ഈ ഒരു പുസ്തകത്തിലൂടെ പറയുന്നത്. ഈ കഥകളെല്ലാം വായിക്കുമ്പോൾ നമ്മളും കളത്തിൽ വീട്ടിലെ ഒരാളായിട്ട് മാറുകയാണ്. രതിക്കും ഭർത്താവ് ഗോപിക്കും അനുക്കുട്ടനും കുഞ്ഞമ്മൂനുമൊപ്പം നമ്മളും ആ വീട്ടിൽ പാപ്പന്റെ കഥകൾ കേട്ടിരുന്നു പോകുന്നു. അവരിലുണ്ടാവുന്ന ഞെട്ടലും ഭീതിയും നമ്മളിലും ഉണ്ടാവുന്നു. അവര് അനുഭവിക്കുന്ന അതേ മാനസിക സംഘർഷങ്ങൾ നമ്മളിലേക്കും എഴുത്തുകാരൻ എത്തിക്കുന്നു. അതാണ് ഈ ഒരു എഴുത്തിന്റെ വിജയമായിട്ട് ഞാൻ കാണുന്നത്. ഈ ഒരു പുസ്തകം വായിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ച് നിർത്താൻ നമുക്ക് തോന്നാതിരിക്കാനുള്ള കാരണവും എഴുത്തിന്റെ ആ ഒരു മികവ് തന്നെയാണ്. ഓരോ കഥകൾ പറയുമ്പോഴും നമ്മളെ പിടിച്ചിരുത്തുന്ന എന്തോ ഒന്ന് എഴുത്തുകാരൻ ഇതിലേക്ക് നിറച്ചു വെച്ചിരിക്കുന്നു. ഒരു സിനിമയാകാൻ വേണ്ട എല്ലാവിധ ചേരുവകളും അടങ്ങിയ ഒരു പുസ്തകം തന്നെയാണ് ഉറക്കപ്പിശാച്. ഇതിന്റെ രണ്ടാം ഭാഗം ഉടനെ ഉണ്ടാവുമെന്നാണ് എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ കട്ട വെയിറ്റിംഗ് ആണ്. ഒരു ഹൊറർ ഫാന്റസി ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും വായിച്ചിരിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് ഉറക്കപ്പിശാച്.